ഉത്തമ രാമഭക്തന്റെ സമ്പൂർണ്ണ ചരിതം. വീരഹനുമാൻ ഇന്നു മുതൽ വൈകുന്നേരം 6 മണിക്ക്. ഈ മാത്രമായിരിക്കും. ഞാൻ ഇതുവരെ വഹിച്ചിരുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും ഇനി നിന്നെ ഏൽപ്പിക്കാൻ പോവാ. ഇനി മുതൽ നീ ആയിരിക്കും നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ. ഗൗതം, ഇത് വല്ലാത്തൊരു സർപ്രൈസ് ആയി പോയല്ലോ. ഞാൻ ഈ പോസ്റ്റ് ഇപ്പൊ നിനക്ക് തരുന്ന എന്തിനാണെന്നറിയാമോ? നീ അനാഥനാണെന്നറിഞ്ഞപ്പോ നിനക്കെതിരെ സംസാരിക്കാൻ ഓഫീസിൽ ഒരാളുടെയെങ്കിലും നാവ് ഉയർന്നിട്ടുണ്ടെങ്കിൽ ഇത് അതിനുള്ള മറുപടിയാണ് ഗൗതം. എന്റെ ഗൗതമിന് പെറ്റമ്മയില്ല എങ്കിലും വളർത്തമ്മയായ ഞാനുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നൽകുന്ന മറുപടി. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നീ ആരും ഇല്ലാത്തവനാവില്ല ഗൗതം. ഇനി മുതൽ വസുന്ധര ഇൻഡസ്ട്രീസ് ഉൾപ്പെടെ എല്ലാം നിനക്ക് സ്വന്തമാണ്. നീ സമൂഹത്തിൽ തലയുയർത്തി നിൽക്കണം. അതിനുവേണ്ടിയാ ഇങ്ങനെയൊരു തീരുമാനം എടുത്തിരിക്കുന്നത്. നാളെ തന്നെ ഞാൻ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നീ ഇതിലൊക്കെ ഒന്ന് സൈൻ ചെയ്ത് തന്ന ബോർഡ് മീറ്റിംഗിൽ ഞാനത് പാസ്സാക്കിയെടുക്കാം. അത് കഴിഞ്ഞ് ഓഫീസില് വലിയൊരു ഫംഗ്ഷൻ, അതിൽ വെച്ച് എല്ലാവരും കേൾക്ക് ഞാൻ അനൗൺസ് ചെയ്യും. ഇനി മുതൽ ഗൗതം ഗോപിനാഥ് ആയിരിക്കും നിങ്ങളുടെ ചെയർമാൻ എന്ന്. കണ്ടില്ലേടാ മോനെ, നിന്നോട് വസുവിന് എന്തുമാത്രം സ്നേഹമുണ്ടെന്ന്. കൺഗ്രാറ്റ്സ് ഗൗതം. ഇത് വെറും സ്വത്തോ പദവിയോ അല്ല. ആരും ഇല്ലെന്ന് പറഞ്ഞ് വിഷമിക്കുന്ന ഗൗതമിന് എല്ലാവരും ഉണ്ടെന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു വഴിയാണിത്. ഓൾ ദി ബെസ്റ്റ് ഗൗതം. അപ്പോ നാളത്തോടെ ഗൗതം ആന്റിയുടെ കമ്പനിയുടെ എല്ലാം ചെയർമാനായിട്ട് മാറുമല്ലേ? യെസ്, ഡയറക്ടർ ബോർഡ് മീറ്റിംഗിലായിരിക്കും അവസാന തീരുമാനം എടുക്കുക. മോനെ, ദാ നീ ഇതിലൊക്കെ ഒന്ന് സൈൻ ചെയ്തതാ. ഇത് നിനക്ക് തരുന്ന ഒരു അംഗീകാരമാണ്. എന്നെ അംഗീകരിക്കണമെങ്കിൽ ഇങ്ങനെ കടലാസുകളുടെ പിൻബലം വേണമല്ലേ? ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് കൂടണം. ബോർഡ് മെമ്പേഴ്സിന്റെ അഭിപ്രായം അറിയണം. തീരുമാനം എടുക്കണം. അവരുടെയൊക്കെ സൈനും വേണം. എന്നാൽ മാത്രമേ എന്നെ അംഗീകരിക്കാനാവൂ, അല്ലേ? എടാ, അല്ല, ഗൗതം പറഞ്ഞതും ശരിയാണ്. ഒരു അനാഥനായ ആളെ അംഗീകരിക്കേണ്ടത് ഇങ്ങനെയാണോ? സ്നേഹം കൊടുത്തല്ലേ അംഗീകരിക്കേണ്ടത്? ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ ഇടപെടണ്ട. മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങി നിന്നോളണം. ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല. ഗൗതത്തിന് മുറിവേറ്റിരിക്കുന്നത് മനസ്സിലാണ് ആന്റി. ആ മുറിവിൽ മരുന്ന് പുരട്ടേണ്ടത് സ്നേഹം കൊണ്ടാണ്. ഇതൊക്കെ പണത്തിന്റെ സ്വത്തിന്റെ കണക്ക് വെച്ച് ഗൗതമിനെ അളക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ബുദ്ധിയോ വിവരമോ എന്തെങ്കിലും ഉണ്ടോ? അനവസരത്തിൽ ഓരോന്ന് എഴുന്നള്ളിച്ചോണ്ട് വന്നോളും. ഇനി നീ നാവെടുത്താ എന്റെ കയ്യിൽ നിന്ന് നല്ലത് വാങ്ങുവേ, അത് ഉറപ്പാ ശിവാനി. മോനെ, ഇവള് പറയുന്ന ഒന്നും നീ കാര്യമാക്കണ്ട. ഇത് നാളത്തെ മീറ്റിംഗിൽ വെക്കാനുള്ള ഫയലാ. നീ ഇതിലൊന്ന് സൈൻ ചെയ്യ. എടാ, പറഞ്ഞില്ലേ ഞാൻ, ഇത് നിന്റെ ഭാവിയെ തന്നെ മാറ്റിമറിക്കാനുള്ള ഫയൽസ് ആണ്. ജീവിതത്തിന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിയിരിക്കുന്നു എന്റെ ഗൗതം. സൈൻ ചെയ്യ ഗൗതം. എന്താ ഗൗതം ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? സൈൻ ചെയ്ത് കൊടുക്ക. സൈൻ ചെയ്യുമോനെ. പിടിക്കാം.
എനിക്കൊരു ചെയർമാൻ പോസ്റ്റും വേണ്ട. ഗൗതം, മോനെ ഇത് ട്വിസ്റ്റ്. സ്വത്തും പദവിയും ഒന്നും എനിക്ക് ആവശ്യമില്ല. മോനെ, നീ എന്താടാ ഇങ്ങനെയൊക്കെ പറയുന്നേ? എടാ, നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് നല്ലത് ചെയ്യാൻ നിങ്ങൾ എന്റെ ആരാ? അപ്പൊ എന്റെ പ്ലാനിങ് വർക്കൗട്ടായി. ഗൗതം, ഇതെന്താ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? മോശമാണ് കേട്ടോ. ഒന്നും അറിയാതെയല്ല ഞാൻ ഈ പറഞ്ഞതൊന്നും. അതുകൊണ്ട് തന്നെ നീ ഇനി മിണ്ടരുത്, മനസ്സിലായോ? എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സ്വത്തും പദവിയും എല്ലാം സ്വന്തം കസ്റ്റഡി തന്നെ വെച്ചിരുന്നാ മതി. വെറുതെ എന്റെ മുന്നിൽ വന്ന് ഷോ കാണിക്കണ്ട കേട്ടോ. ഷോയോ? ഞാനോ? എടാ, ഞാൻ നിന്റെ അമ്മയല്ലേ മോനെ? നിനക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത് തന്നെ. എന്നായാലും എന്റെ സ്വത്ത് വകകളുടെ എല്ലാ അവകാശം നീയാ. അത് കുറച്ചു നേരത്തെ ആയിക്കോട്ടെ എന്ന് കരുതി, അത്രേ ഉള്ളൂ. എടാ മോനെ, നീ മനസ്സിൽ എന്തോ വെച്ച് സംസാരിക്കുക, അല്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും പെരുമാറില്ല. സാരമില്ല, നീ എന്റെ മോനല്ലേ. ഈ അമ്മയ്ക്ക് മനസ്സിലാവൂ. നീ വേണ്ടാത്ത ഒന്നും ആലോചിക്കണ്ട. പോട്ടെ. ദാ, ഇതുവരെ ഉള്ളതൊക്കെ മറന്നേക്ക്. പിടിക്ക, ഇതിലൊന്ന് ഒപ്പിട്ട് തന്നേ. വസു പറഞ്ഞതുപോലെ അനാവശ്യ ചിന്തകളൊന്നും വേണ്ട മോനെ. അത് വാങ്ങിച്ച് ഒപ്പിട്ട് കൊടുക്ക്. ഗൗതം, പ്ലീസ്. ദേ, നീ നിന്റെ ജോലി നോക്കി പൊയ്ക്കോണം. മോനെ, നിന്നെ ഞാൻ എന്റെ മോനെ പോലെ കാണുന്നത് കൊണ്ടാടാ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നിനക്കിത് ഒരുപാട് സന്തോഷമാവുമെന്ന് കരുതി. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ യാചിക്കുക. പ്ലീസ് മോനെ, ഇതൊന്നും വാങ്ങി ഒപ്പിട്ടുതാ. ഗൗതം, എടാ, എന്താ നീ കാണിക്കുന്നേ? എനിക്കൊരു ബിസിനസ് സാമ്രാജ്യവും വേണ്ട. സ്വത്തും ചെയർമാൻ പോസ്റ്റും ഒന്നും വേണ്ട. അതിനുള്ള അവകാശം എനിക്കില്ല. എന്നെ ഒന്ന് വെറുതെ വിട്ടാ മതി. എന്റെ മുന്നിൽ നിന്നിങ്ങനെ അഭിനയിക്കാതിരുന്നാൽ മാത്രം മതി. കോടി പുണ്യം കിട്ടും നിങ്ങൾക്ക്. മോനെ, വസു, നീ ചെയ്തത് നല്ലതിന് വേണ്ടിയിട്ടാണെന്ന് എനിക്കറിയാം വസു. പക്ഷെ അവനത് മനസ്സിലാക്കിയില്ലെന്ന് മാത്രം. ആന്റി വിഷമിക്കണ്ട. ഞാൻ ഗൗതമിനെ പറഞ്ഞ് മനസ്സിലാക്കാം. ചെയർമാൻ സ്ഥാനം ഏറ്റെടുത്തോളാന്ന് ഗൗതം തന്നെ ആന്റിയോട് വന്ന് പറയും. സങ്കടപ്പെടാതിരിക്കെ.